പരിശുദ്ധ ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് സക്കാത്ത് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനകളിൽ ഒന്ന് നമസ്കാരമാണ്. ആ നമസ്കാരം ഏകദേശം 26 സ്ഥലങ്ങളിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടാണ് സക്കാത്തിനെ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത്. 32ഓളം സ്ഥലങ്ങളിൽ സക്കാത്തിനെ പറ്റി പറയുമ്പോഴും 26 സ്ഥലങ്ങളിൽ നമസ്കാരവുമായി ചേർത്ത് പറയുന്ന ഒരു ആരാധനയാണ്, ഇബാദത്താണ് സക്കാത്ത്. എന്ന് പറഞ്ഞാൽ മനുഷ്യന് 2 കണ്ണുകളാണ്. ഒരു കണ്ണിലൂടെ നമസ്കാരത്തിലൂടെ പടച്ചവനിലേക്കും മറ്റൊരു കണ്ണിലൂടെ സക്കാത്തിലൂടെ പടപ്പുകളിലേക്കും നോക്കുന്ന ഒരു വിശ്വാസിയാണ് അവന്റെ വിശ്വാസത്തിന്റെ പഞ്ചസ്തംഭങ്ങൾ അല്ലെങ്കിൽ സമ്പൂർണത കൈവരിക്കാൻ കഴിയുക. നമുക്കറിയാം, നമസ്കാരം ഒരിക്കലും 4 റക്അത്തുള്ളതിനെ 2ആക്കി അനുവദനീയമായ ഘട്ടങ്ങളിലല്ലാതെ ചുരുക്കാറില്ല. എന്നതുപോലെ സക്കാത്ത് സമ്പൂർണമായി കണക്ക് നോക്കി കൊടുക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. അതിൽ ചുരുക്കാനോ അല്ലെങ്കിൽ അതിൽ കുറവ് വരുത്താനോ ഒരിക്കലും അനുവാദം കൊടുക്കുന്നില്ല. സക്കാത്തിനെ സംബന്ധിച്ച് നാം നമസ്കാരവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ അള്ളാഹുവിലേക്ക് ഉയരുന്ന കരങ്ങൾ സാധുക്കളിലേക്ക് താഴ്ത്താനും നാം ശ്രമിക്കുമ്പോഴാണ് യഥാർത്ഥ സത്യവിശ്വാസിയാവുക. അള്ളാഹുവിനു വേണ്ടി നടക്കുന്ന കാലുകൾ, ചുവടുവെപ്പുകൾ പാവപ്പെട്ടവന്റെ പ്രശ്നപരിഹാരത്തിനും അവന്റെ പട്ടിണിയുടെ നിർമാർജനത്തിനും നടക്കുമ്പോഴാണ് അവന്റെ വിശ്വാസം പൂർണ്ണമാവുക. അള്ളാഹുവിനെ കാണുന്ന അല്ലെങ്കിൽ അവന് വേണ്ടി കരയുന്ന കണ്ണുകൾ, ആ കണ്ണുകളിലൂടെ പാവപ്പെട്ടവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും മനസ്സിലാക്കി ഒരിറ്റ് കണ്ണുനീരൊഴുക്കുന്നവനാണ് സമ്പൂർണ്ണ മുസ്ലിം എന്ന് പറയുന്നത്. അള്ളാഹുവിനെ പറ്റി കേൾക്കുന്ന കാതുകൾ കൊണ്ട് പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വിളിയാളം കേൾക്കാനുള്ള ഒരു സന്മനസ് കാണിക്കുമ്പോഴാണ് അവന്റെ വിശ്വാസം ധന്യമാവുന്നതും പൂർണ്ണമാവുന്നതും. അതുപോലെ ഹൃദയം അള്ളാഹുവിനെ ഓർത്തു തേങ്ങും പോലെ പാവപ്പെട്ടവരുടെ വിഷമങ്ങളും പ്രയാസങ്ങൾ കേൾക്കുമ്പോൾ നമുക്കൊരു പ്രകമ്പനമായി നമ്മുടെ ഹൃദയം പിടയ്ക്കുന്നെങ്കിൽ മാത്രമാണ് നമ്മുടെ ഇസ്ലാം സമ്പൂർണമാവുക. ചുരുക്കി പറഞ്ഞാൽ, ഒരു മനുഷ്യന്റെ നമസ്കാരം പോലെ അത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണെങ്കിൽ സൃഷ്ടികളോടുള്ള ബാധ്യത സക്കാത്തിലൂടെയാണ് കൈവരിക്കാൻ നമുക്ക് കഴിയുക.